ആറന്മുള എയർപോർട്ട് ഉയർത്തുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് പരിസ്ഥിതി കമ്മിറ്റിക്ക് പരാതി ലഭിക്കുകയുണ്ടായി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പരാതി തന്ന മുഴുവൻ പേരെയും വിളിച്ചു വരുത്തി ആ സ്ഥലം സന്ദർശിച്ചു, തെളിവെടുപ്പ് നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതി കമ്മിറ്റി എത്തിച്ചേർന്ന നിഗമനങ്ങളും അതിനെ സംബന്ധിച്ച് ഗവൺമെന്റിനോടുള്ള നിർദ്ദേശങ്ങളും ആണ് ഈ പത്രസമ്മേളനത്തിന് ആധാരം. നിങ്ങൾക്ക് തന്ന നോട്ടിൽ എല്ലാ വിവരങ്ങളും ഉണ്ടാവും. പക്ഷെ എന്നാലും ഞങ്ങളുടെ നിർദ്ദേശങ്ങളും ശുപാർശകളും വായിക്കുകയാണ്. പരിസ്ഥിതിക്ക് ആഘാതം സൃഷ്ടിക്കാതെയും ജലസ്രോതസ്സുകൾക്കും ജലവാഹികളായ അരുവികൾക്കും തോടുകൾക്കും നാശം വരുത്താതെയും നടപ്പാക്കുന്ന പദ്ധതികൾക്ക് ഒരിക്കലും പരിസ്ഥിതി കമ്മിറ്റി എതിരല്ല. പരിസ്ഥിതി കമ്മിറ്റിയുടെ ജോലി അവിടെ എയർപോർട്ട് വേണോ വേണ്ടയോ എന്നുള്ളതല്ല. അത് വ്യക്തികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കൊക്കെ അഭിപ്രായം പറയാം, MLA എന്നുള്ള നിലയിൽ അഭിപ്രായം പറയാം. പക്ഷെ ഞങ്ങളുടെ ചുമതല പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങൾ പരിശോധിക്കുകയാണ്. അപ്പോൾ പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കില്ല. മുമ്പ് പദ്ധതിക്കായി തെരഞ്ഞെടുത്തിട്ടുള്ള പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരവും പാരിസ്ഥിതികവുമായ വിഷയങ്ങളെക്കുറിച്ച് പഠനം നടത്തേണ്ടതായിരുന്നു. വിമാനത്താവള പദ്ധതിക്ക് വ്യവസായ വകുപ്പ് തത്വത്തിൽ അംഗീകാരം നൽകുകയാണ് ചെയ്തത്. തത്വത്തിൽ അംഗീകാരം നൽകുന്നതിന് മുമ്പ് അതിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പഠനം, അവിടുത്തെ ഭൂമിയുടെ സ്ഥിതി, ഇതൊന്നും അന്ന് പരിശോധിക്കുകയുണ്ടായില്ല. നൂറ്റാണ്ടുകളായി കൃഷി ചെയ്യുന്ന ഏക്കർ കണക്കിന് നെൽവയലുകളും കുടിവെള്ള സ്രോതസ്സുകളും നശിപ്പിച്ചുകൊണ്ടും ആവാസ വ്യവസ്ഥയെ തകർത്തുകൊണ്ടും വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നതിനോട് സമിതി യോജിക്കുന്നില്ല. ആയതിനാൽ പരിസ്ഥിതിക്കുണ്ടാവുന്ന ആഘാതം നേരിട്ടനുഭവിക്കുന്ന ജനങ്ങളുടെ അഭിപ്രായം കൂടി ഈ കാര്യത്തിൽ കണക്കിലെടുക്കണമെന്ന് സമിതി കരുതുന്നു. KGS ഗ്രൂപ്പ് വാങ്ങിയ 350 ഏക്കർ ഭൂമിയിൽ സർക്കാർ തോട് ഉൾപ്പെടെ വലിയൊരളവ് റവന്യൂ പുറമ്പോക്ക് ഭൂമി ഉള്ളതായി സമിതി മനസ്സിലാക്കുന്നു. റവന്യൂ പുറമ്പോക്ക് ഭൂമി സ്വകാര്യ വ്യക്തിക്ക് കൈമാറാൻ അധികാരമില്ലെന്നിരിക്കെ KGS ഗ്രൂപ്പ് വാങ്ങിയ ഭൂമിയിൽ ഉൾപ്പെട്ടിട്ടുള്ള സർക്കാർ തോടും റവന്യൂ പുറമ്പോക്ക് ഭൂമിയും മണ്ണിട്ട് നികത്തിയവർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ഇത് നികത്തുന്ന കാലത്ത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം വന്നിരുന്നില്ല. പക്ഷെ അന്നും ലാൻഡ് യൂട്ടിലൈസേഷൻ ആക്ട് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ആ ആക്ട് അനുസരിച്ചും അനുവാദം വേണം. അതിനനുസരിച്ച് ഒരു വികസന പ്രവർത്തനം ആരംഭം കുറിക്കാൻ പാടുള്ളൂ.